ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 270. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 6 അനുഭാഗം 12 സൂക്തം 122. ഇതിൽ പുത്രപൗത്രാദികളിലൂടെ കൈമാറുന്ന ഋണബാധ്യതകളെ പറ്റിയാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഇപ്പം നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ജനിപ്പിച്ചിരിക്കുന്ന പല കർമ്മങ്ങൾ ചെയ്യാൻ, അങ്ങനെ വയസ്സാം കാലത്ത് അവസാനം നമ്മളൊരു മാവിൻ്റെ ചെടി, ഒരു ഒട്ടുമാവിൻ്റെ ചെടി നടും. ചെടി നടന്നിട്ട് നട്ടതിൻ്റെ ശേഷം പിറ്റേത്തെ ദിവസം നമ്മൾ മരിക്കും. പിന്നെ ആ ചെടിയെ പോറ്റി വളർത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഭാവി തലമുറക്കാണ്. മക്കൾ എന്ന നിലയിലാണ് വരുന്നത്. അതുകൊണ്ട് പിറ്റേന്ന് മക്കൾ ജനിച്ചിട്ട് ആ മക്കളുടെ ഉത്തരവാദിത്തമാണ് അതിനെ പരിപാലിക്കുക എന്നറിയാം. അപ്പം അത് ആ നിലയിൽ എടുക്കേണ്ട ആവശ്യമില്ല. അതതിൻ്റെ ഒരു വശമാണ്. അതായത് നമ്മൾ ചെയ്ത കർമ്മങ്ങളെ ബാക്കി ചെയ്യാൻ കിടക്കുന്നുണ്ട്. ആ കർമ്മങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. നമ്മളിലൂടെ ഉണ്ടാകുന്ന തലമുറകളിലൂടെയാണ് ചെയ്തു തീർക്കുന്നത്. ഈ നമ്മളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പൂർവികരുടെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. അവരുടെ കടപ്പാടുകൾ, അവർ ചെയ്തു തീർക്കേണ്ട ജോലി കുറേ നമ്മൾ ഏൽപ്പിച്ചതാ. മോനെ ഇത് ചെയ്തു തീർത്തിട്ട് പോണേ, ഞാൻ പകുതി ചെയ്യാതാണ്, ബാക്കി നിൻ്റെ ജോലിയാണെന്നും പറഞ്ഞ് കൈമാറിയിട്ട് പോകുന്ന പോലെയാണ്. അതായത് ഒരു ചെയിനായിട്ട് നടക്കുന്ന പ്രവൃത്തിയാണ്. നമ്മൾ ആദ്യത്തെ കൃതയുഗത്തിൽ നിന്ന് പ്രപഞ്ചമുണ്ടായ ആദ്യത്തെ മനുഷ്യനുണ്ടായത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സുന്ദരമായ ലോകം, അവസാനം വസുദേവ കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ലോകം മുഴുവൻ ഒരൊറ്റ കുടുംബം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓരോ മനുഷ്യരെ ജനിപ്പിച്ചിട്ട് അവർ കുറേ കർമ്മം ചെയ്യുന്നു, പിന്നെ അവൻ്റെ മക്കൾ ചെയ്യുന്നു, അവൻ്റെ മക്കൾ ചെയ്യുന്നു, അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. അപ്പം അങ്ങനെ മക്കളിലൂടെയാണ്, പുത്രപൗത്രാദികളിലൂടെയെല്ലാമാണ് കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ലോകം പുരോഗമിച്ച് അവസാനം സുന്ദരമായ ഒരു ലോകം ഉണ്ടാകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തന്നെ ചിലപ്പോൾ കയറി ജനിച്ചെന്നും വരും. അപ്പം ഇതൊരു തുടർച്ചയായിട്ട് പോവുകയാണ്. ഈ നമ്മൾ എന്ന് പറയുന്നത് തന്നെ ഒരു ചെയിനിൻ്റെ ഒരു കണ്ണി മാത്രമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പം നമ്മളെ പൂർവികർ തുടങ്ങിയ അവരുടെ ഋണബാധ്യതകൾ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, കർമ്മം ചെയ്യാനാണ്. അപ്പം ജനിക്കുമ്പം തന്നെ കുറേ ബാധ്യതകളോടുകൂടിയാണ് ജനിക്കുന്നത്. നീ ജനിച്ചിട്ട് ഇത്ര ജോലി, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ അവർ മുമ്പ് കുറേ ഫയൽ കൊണ്ടിട്ട് തരും. എല്ലാം തീർത്തു കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ്. അതാണ് ഋണബാധ്യത എന്ന് പറയുന്നത്. കുറേയേറെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പെൻഷൻ പറ്റുന്നതിന് ഒരു വയസ്സുണ്ടല്ലോ. പറ്റുമ്പം വേറെ തന്നെ അടപ്പിടിച്ചെടുത്തു എന്നിട്ട് പറയും നീ അത് ചെയ്യുന്നു ബാക്കി. അപ്പം അതാണ് പുത്രപൗത്രാദികളിലൂടെ, പുതിയ തലമുറയിലൂടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പം അതിനുള്ളൊരു കണ്ണി മാത്രമാണ് നമ്മളെ ഒരു ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഒരു ചെയിനുമായിട്ട്, പാർശ്വത്താൽ. അതിനെപ്പറ്റിയാണല്ലോ കഴിഞ്ഞതിൽ പറഞ്ഞത്. അപ്പം അത്തരം ഒരു ചിന്താഗതിയോടുകൂടി നമുക്ക് ഈ സൂക്തത്തിലേക്ക് കിടക്കാം. ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയാം. അപ്പം നമുക്ക് ആദ്യം ആ സൂക്തത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 12 സൂക്തം 122. ഋഷി ഭൃഗു, ദേവത വിശ്വകർമാവ്, ഛന്ദസ് ത്രഷ്ടുപ്പ് ജഗതി. ഏതം ഭാഗം പരിദദാമി വിദ്വാൻ വിശ്വകർമ്മൻ പ്രഥമ ജാതസ്യ അസ്മാഭിർദത്തം ജരസഃ പരസ്താഭഛിന്നം തന്തു മനുസം തപരം തതം തന്തുമന്വേകേ തരന്തി ഏഷ ദത്തം പിത്ര്യമായനേന അബന്ധേകേ ദതതഃ പ്രയച്ഛന്തോ ദാതും ചേച്ഛിക്ഷ്വാൻ സ സ്വർഗ ഏവ
അന്വാരഭേദാമനുസംരംഭേദാവേദം ലോകം ശ്രദ്ധധാനാഹ സപന്തി യതുവാം പക്കം പരിവിഷ്ടമഗ്നൗ തസ്യ ഗുപ്തയേ ധന്വതി സംശ്രേയേധ യജ്ഞം യന്തം മനസ്സാ ബൃഹന്തമന്വാരോഹാമി തപസ്സാ സ യോനിഃ ഉപഹുത അഗ്നേ ജരസഃ പരസ്താത് തൃതീയ നാഗേ സംഘമാദം മദേമ ശുദ്ധിഃ പൂതായോഷിതി യജ്ഞിയ ഇമ ബ്രഹ്മണ ഹസ്തേഷു പ്രപൃഥക് സാധയാമി യത് കാമ ഇദമഭിഷിഞ്ചാമി വോഹമിന്ദ്രോ മരുത്വാൻ സ ദദാതു തന്മേ. ഭാവാർത്ഥം: ആദ്യമുണ്ടായ വിശ്വകർമാവിനായിട്ട് ഹവിസ് അർപ്പിക്കുക. അതിലൂടെ രക്ഷ നേടട്ടെ. നീ നൽകുന്ന അന്നം അതുവഴി വാർദ്ധക്യത്തിനു മുകളിൽ സ്ഥിതി ചെയ്യണേ. ഇവനെ ഋണബാധ്യത മൂലം ഇവന്റെ പുത്രപൗത്രന്മാർ കഷ്ടത അനുഭവിക്കുന്നു. പിതാവിന്റെ ഋണബാധ്യത കൊടുത്തു തീർക്കുവാൻ പുത്രൻ കഷ്ടത അനുഭവിക്കുന്നു. അവ കൊടുത്തു തീർക്കാൻ കഴിയാതെ പുത്രപൗത്രാദികൾ ആ ഭാരം വഹിക്കേണ്ടി വരുന്നു. കൊടുത്തു തീർക്കുവാനുള്ള ആഗ്രഹം ഉള്ള ഇവന്റെ ഋണബാധ്യത നിറവേറ്റാൻ ആവാത്ത അവസ്ഥ, ആ ഒരവസ്ഥയില് ഇവന് മുക്തി പ്രദാനം ചെയ്യണേ. ഈ ദമ്പതികൾ പരലോക ചിന്തയാൽ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ബ്രാഹ്മണർക്ക് പാകം ചെയ്ത ഭക്ഷണവും അഗ്നിക്ക് ഹവിസ്സും അർപ്പിക്കുക. ദേവയജ്ഞത്തില് മനസ്സ് അർപ്പിക്കുക. അഗ്നിയുടെ അനുഗ്രഹത്താൽ വാർദ്ധക്യകാലം വരെ ജീവിച്ച് ഗുണമില്ലാത്ത ദേഹം ത്യജിച്ച് സ്വർഗപ്രാപ്തി ലഭിക്കട്ടെ. യജ്ഞാതി ജലത്താൽ ഋതുക്കൾ കൈ കഴുകട്ടെ. എന്റെ ആഗ്രഹം മരുത്തുക്കളോടത്ത് ഇന്ദ്രൻ സാധിച്ചു തരട്ടെ. അപ്പം ആദ്യമുണ്ടായ വിശ്വകർമാവിനായിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ അർപ്പിക്കേണ്ടത്. ആദ്യം വിശ്വകർമാവ് വിശ്വം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രേരകമായ ആ ശക്തി വിശേഷത്തിന് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ഒരു വിശ്വം സൃഷ്ടിക്കാൻ അത് തീരുമാനിച്ചു. എങ്ങനെയാലും ഉണ്ടാക്കണം, എന്താ പ്ലാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അത് പ്ലാനാണ്. അതിന് വേണ്ട സയൻസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് വേദങ്ങൾ. അതെല്ലാം ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ അനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടിപടിയായി പ്രപഞ്ചം ഉണ്ടാക്കി. ആദ്യം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പിന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളിലൂടെ അവസാനം ഒരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാവും. അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കർമ്മം ആർക്ക് വേണ്ടിയാണ്? ആ വിശ്വകർമാവിന് വേണ്ടിയാണ്. ഇതാണ് യഥാർത്ഥ തത്വം. നമുക്ക് വേണ്ടി അല്ല. അതിലൂടെ രക്ഷ നടട്ടെ. അപ്പം അതിലൂടെയേ രക്ഷ കിട്ടുകയുള്ളൂ. ആ ശക്തി നമ്മൾ എന്തിനാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, ആ കർമ്മം ചെയ്യാതെ നമുക്ക് രക്ഷയില്ല. നമ്മളൊരു ഫാക്ടറിയിലേക്ക് ജോലിക്കെടുത്തു കഴിഞ്ഞാൽ അവിടെ പറയുന്ന ജോലി ചെയ്തേ പറ്റൂ. ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ കളഞ്ഞു കെട്ടി പോവുക. ഇവിടെ നിന്ന് കളഞ്ഞു കെട്ടി പോകാനും പറ്റില്ല. കാരണം ആ ശക്തി ചെയ്യാൻ കഴിവുള്ളവരെയാണ് സൃഷ്ടിക്കുന്നത്. അവരത് ചെയ്തു തീർത്തേ പറ്റൂ. നീ നൽകുന്ന അന്നം വഴി അതിലൂടെ നമുക്ക് ജീവിക്കാനുള്ള അന്നവും അത് നൽകുന്നുണ്ട്. അതിന് കർമ്മം ചെയ്യുമ്പോൾ നമ്മളൊരു കൃഷി നടത്തുന്നത് അതിനു വേണ്ടിയാണ്. അതിന് കൃഷി ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് തരും. അത് ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് തരുന്നത്. അല്ലാതെ അത് തിന്നാനൊന്നും പോകില്ല. അന്നം വഴി വാർദ്ധക്യത്തിന് മുകളിൽ സ്ഥിതി ചെയ്യണേ. അതായത് വാർദ്ധക്യം വയസ്സൊന്നും ആകാതെ, അതെ, വാർദ്ധക്യത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർദ്ധക്യത്തിലും നല്ല ഉന്മേഷവാനായിട്ട് നമുക്ക് മരിക്കുന്നത് വരെ കർമ്മം ചെയ്യാൻ പറ്റണം. അത് കർമ്മത്തിലൂടെ നൽകുന്ന ഫലമാണ് നമ്മൾ എന്താക്കുന്നത്? ആരോഗ്യം ഉണ്ടാക്കുന്നത്. അധ്വാനിച്ചു കഴിഞ്ഞാൽ ചക്കയും മാങ്ങയും എല്ലാം ഉണ്ടാവും, ചെടിയെല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെല്ലാം തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവും
പുഷ്ടിപ്പെടും. വയസ്സാം കാലത്ത് മരിക്കുന്നത് വരെ ഇനിയുള്ള കർമ്മങ്ങളെല്ലാം നല്ല ശരീര ആരോഗ്യത്തോടു കൂടി ചെയ്യാം. ഇവന്റെ ഋണബാധ്യത മൂലം ഇവന്റെ പുത്രപൗത്രന്മാർ കഷ്ടങ്ങൾ അനുഭവിക്കുന്നു. ഇവൻ ചെയ്യാത്തത് കൊണ്ടാണ് പുത്രപൗത്രാദികൾ കഷ്ടത അനുഭവിക്കുന്നത്. ഞാൻ ഒരു മാവ് തട്ടിട്ട് മരിച്ചു പോയാൽ അതിനെ വളർത്തി നല്ല മുഴുത്ത മാങ്ങയിൽ ഉണ്ടാകുന്നത് വരെ ആക്കേണ്ട എൻ്റെ ധർമ്മമായിരുന്നു. പക്ഷെ ഞാൻ ചത്തുപോയി. പിന്നെ പുത്രന്മാരുടെ ജോലിയാണ് അതിനെ നട്ട് വളലിട്ട് പോഷിപ്പിച്ചിട്ട് പരമ്പരമ്പം തിന്നത്. അപ്പോൾ ഈ ഋണബാധ്യത ആർക്കുണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്? പുത്രന്മാർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ഞാൻ എന്തായിരുന്നു? മാവ് നട്ട് നല്ല മാങ്ങയെല്ലാം ഉണ്ടാകുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുത്രന്മാർ വന്ന് തിന്നോളൂ. അപ്പം ഞാൻ ബാധ്യത അവർക്കാണ് ഇട്ട്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ പകുതി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു കർമ്മവും പൂർത്തിയാക്കുന്നില്ല. പുരോഗതി ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പുരോഗമിച്ച് പോകുന്നതോറും പൂർത്തിയാകുന്നില്ല. പൂർത്തിയാകുന്ന എപ്പോഴേ ഉള്ളൂ, ലോകാവസാനത്തേ ഉള്ളൂ. അപ്പം നമ്മൾ കുറേയെല്ലാം ചെയ്തിട്ട് എന്തെല്ലോ ചെയ്തിട്ട് പിള്ളേരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്, ഭാവി തലമുറയെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ആ ബാധ്യതയെല്ലാം അവരെ തലയിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ കർമ്മം പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളൊരിപ്പോൾ ഒരു വീട് വെച്ച് കഴിഞ്ഞാലും ആ വീട് വെക്കുന്നത് നമുക്കും നമ്മളെ മക്കൾക്കെല്ലാം താമസിക്കാനാണ്. പക്ഷെ അത് പൂർണ്ണമായ സുഖമുള്ളൊരു വീട് ഒന്നുമല്ല. കാരണം പ്രകൃതി വിഭാവനം ചെയ്തിരിക്കുന്ന വീട് എന്ന് പറയുന്നത് വളരെ സുന്ദരമായ, ചിലപ്പോൾ നമുക്ക് ചായ വേണ്ടി ഇവിടെ ഇരുന്നിട്ട് ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ചായ ഇങ്ങ് വരും. പല ഇപ്പോൾ ഡ്രോണുകളെല്ലാം ഉണ്ടല്ലോ, ചായ വേണം എന്ന് സ്വിച്ച് കഴിഞ്ഞാൽ ഡ്രോണുകൾ ചായയുടെ കൊടുത്തിട്ട് നമ്മൾ കുടിക്കണം. വേറെ എന്തെങ്കിലും വേണ്ടിയെങ്കിൽ കമ്പ്യൂട്ടർ അമ്മിച്ച് എടുത്തു കഴിഞ്ഞാൽ എല്ലാം വരും. ഇതാണ് ശരിയായ വീട്. അല്ലാതെ ഇപ്പോഴത്തെ വീടിൽ ആ ഒരു സൗകര്യവും ഇല്ല. അപ്പോൾ അത്രയും സെറ്റപ്പായിട്ടുള്ള ഒരു വലിയൊരു സെറ്റപ്പാണ് പ്രപഞ്ചം അവസാനം വസുദേവ കുടുംബത്തിൽ ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വീട് എന്താ, എങ്ങനെയൊക്കെ പിള്ളേർ രക്ഷപ്പെട്ടു പോട്ട് എന്നും വെച്ചിട്ട് പിള്ളേർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ഒരു വീടാണ്. അപ്പോൾ അത് പൂർണ്ണമായ വീടൊന്നുമല്ല. അപ്പോൾ ആ കാലഘട്ടം എന്നെല്ലാം പറയുമ്പോൾ, അപ്പോൾ അന്നത്തെ വീട് എന്നെല്ലാം പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം ഉള്ള വീടായിരിക്കും. അപ്പം നമ്മൾ വീട് എത്ര ഭംഗിയിൽ നമ്മൾ എന്ത് സൗകര്യം ഉണ്ടാക്കി ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതൊന്നും പൂർണ്ണമല്ല. അത് തൽക്കാലം ആ കാലഘട്ടത്തിന് ആ മക്കളെ രക്ഷിക്കാനും അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ലോകത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ആ മക്കൾ പിന്നെ അതിനെ എന്ത് ചെയ്യും, പിന്നെയും മോഡേൺ അല്ലെങ്കിൽ അതിനെ പൊളിച്ചിട്ട് വേറെ നോക്കും പുതിയ കാലഘട്ടത്തിൽ. ഇപ്പം പിതാവ് കുറച്ച് ചെയ്തു വെക്കുന്നു, അതിൻ്റെ ബാക്കിയുള്ള പുത്രപൗത്രാദികളിലൂടെയെല്ലാം ബാധ്യത തീർത്തു കൊടുക്കുവാൻ പുത്രൻ കഷ്ടത അനുഭവിക്കുന്നു. അപ്പം പിന്നെ പുത്രം വന്നിട്ടാണ് കഷ്ടത അനുഭവിക്കുക. എല്ലാവർക്കും കഷ്ടത തന്നെയാണ്, നമുക്കും കഷ്ടത തന്നെയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. ഈ ലോക പുരോഗതിക്ക് ആ വിശ്വകർമാവ് എന്താണോ ഭാവിയിൽ വസുദേവ കുടുംബത്തിൽ ലോകം ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, ഏതൊരു തരം ലോകമാണോ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. അപ്പം നമുക്കെപ്പോഴും കഷ്ടത തന്നെയാണ്. അത് കൊടുത്തു തീർക്കാൻ കഴിയാതെ പുത്രപൗത്രാദികൾ ആ ഭാരം വഹിക്കേണ്ടതായിട്ട് വരുന്നു. അവർക്കും അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മളെ പുത്രന്മാരുടെ കാലഘട്ടത്തിൽ ഉള്ളതിനെക്കാട്ടിയും വലിയൊരു ലോകമായിരിക്കും ലോകാവസാനത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്തേണ്ട ബാക്കി അവൻ ചെയ്താലും കാര്യമില്ല. അവൻ്റെ പുത്രന്മാർക്കും അവൻ കുറേ വിട്ടുകൊടുക്കും, അവർക്കും അവരുടെ പുത്രന്മാർക്ക്, അങ്ങനെ വിട്ട് കൊടുത്തിട്ട് അവസാനം സുന്ദരമായ ലോകം എല്ലാവരും തീർക്കും. അപ്പോൾ അവരുടെ പുത്രന്മാർക്ക് എന്തുണ്ട്, ഭാരം വിട്ടു കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. കൊടുത്തു തീർക്കുവാനുള്ള ആഗ്രഹമുള്ള അവൻ്റെ ഋണബാധ്യത നിറവേറ്റാൻ ആവാത്ത അവസ്ഥയിൽ
ഇവന് അവൻ്റെ ഇച്ഛയാൽ തന്നെ അവന് മുക്തി പ്രാപ്തമാക്കണേ. അവനെല്ലാം പൂർണ്ണമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഇച്ഛയുണ്ട്. നമുക്കെല്ലാം നമ്മളെ വീട് ഭംഗിയായിട്ട് ചെയ്യണമെന്നുള്ള ഇച്ഛയോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ട്, എൻ്റെ ജോലി ഭംഗിയായിട്ട് ഞാൻ ചെയ്തു തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും തീരുന്നില്ല. ഇനിയും അതിൽ നിന്നും പുരോഗമിച്ച് എത്രയോ പോകാനുണ്ട്. ഇത് ഓരോ പടിപടിയായിട്ടാണ് പുരോഗതി. അതുകൊണ്ട് പിന്നെയും ബാധ്യതകളെ മക്കളെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം എന്ത് ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ട് അതുകൊണ്ട് അവൻ എന്ത് കൊടുക്കണേ, മോക്ഷം സ്വർഗത്തിൽ കൊടുക്കണേ. അതായത് ഞാൻ താമസിച്ച വീട് എന്നെല്ലാം പറയുമ്പോൾ പണ്ടൊരു ഓല വീടായിരുന്നു, വലിയ വീട് തന്നെയാണെങ്കിൽ ഓല കൊണ്ടുള്ളതായിരുന്നു. അപ്പം അതുണ്ടാക്കിയ അവരുടെ പൂർവികർ എന്താണ് ചിന്തിച്ചിരിക്കുക, ഏറ്റവും അന്നേരത്തെ സുന്ദരമായതാണ് ഞാൻ എൻ്റെ മക്കൾക്ക് എല്ലാം ഉണ്ടാക്കി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അവരുടെ ആഗ്രഹം എന്താണ്, ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആ കാലഘട്ടത്തിനുള്ള ചെയ്തു എന്ന സംതൃപ്തിയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പടക്കൻ വീടാണ്. ആ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ വലുതാകുമ്പോഴേക്ക് വലിയ വലിയ വീടുകളെല്ലാം ചുറ്റും വരുമ്പോൾ നമ്മൾ എന്ത് ഇപ്പം ബാധ്യതകളാണ്. പിന്നെ നമ്മളെ വേണം അതിനെ പൊളിച്ചിട്ടെല്ലാം പൊഴുതോ എന്തൊക്കെയെല്ലാം ഉണ്ടാക്കും. അപ്പം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ആഗ്രഹം വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഇതോടുകൂടി തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത് എന്നതുകൊണ്ട് അവർക്ക് സ്വർഗം കൊടുക്കണേ എന്ന് പറയുകയാണ്. അതുകൊണ്ട് എല്ലാ ദമ്പതികളോട് എന്ത് പറയുകയാണ്, ഈ പരലോകത്തെ ചിന്തിച്ചുകൊണ്ട് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണോ ആ പ്ലാനിലുള്ള കർമ്മങ്ങൾ അത് ചെയ്യുകയാണ് നല്ല കർമ്മങ്ങൾ. ഓരോ കാലഘട്ടത്തിലും എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് കാലം തീരുമാനിച്ചൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ പ്രകാരം നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്തെല്ലാം നല്ല കർമ്മമല്ല. നമ്മളെ ചെയ്യുന്ന കർമ്മം പ്രപഞ്ചം ലോകത്തെ എങ്ങോട്ടേക്കാണോ നയിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് യോജിച്ച കർമ്മമാകുമ്പോഴാണ് അത് നല്ല കർമ്മങ്ങളായിട്ട് വരുന്നത്. ബ്രാഹ്മണർക്ക് പാകം ചെയ്ത ഭക്ഷണം, അതായത് നല്ല ആൾക്കാർ ബുദ്ധിമാന്മാരിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. അപ്പോൾ ബുദ്ധിമാന്മാർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. കാരണം പല കണ്ടുപിടുത്തങ്ങളും ലോക പുരോഗതിക്ക് സഹായിച്ചത് ബുദ്ധിമാന്മാരാണ്. അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. ശാസ്ത്രലോകം, ചിന്തകർ, അവരിലൂടെയാണ് പുതിയ പുതിയ കർമ്മങ്ങൾ. അപ്പം ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ ദാനം ചെയ്യണം. കാരണം അവർക്ക് സ്വയം എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാനുള്ള താല്പര്യമില്ല. അതായത് ശാസ്ത്രജ്ഞന്മാർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക്, നമ്മൾ ചിന്തിക്കുന്ന ബ്രാഹ്മണരല്ല, ഞാനീ വേദം പറയുന്ന ബ്രാഹ്മണർ, ശാസ്ത്രജ്ഞര് പുതിയ പുതിയ കണ്ടുപിടുത്തത്തോടെ ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ച ആ ബ്രാഹ്മണര് അവർ തിന്നാതെ കുടിക്കാതെ വേഷം പോലും പോലും ചിന്തിക്കാതെ മുടി പോലും മുറിക്കാതെ അവർ ഗവേഷണത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവർക്ക് നമ്മൾ പാകം ചെയ്ത ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ തിന്നാനും കുടിക്കാനും പോലും താല്പര്യമില്ലാതെയാണ് കർമ്മത്തിൽ മുഴുകുന്നത്. അവർക്ക് എന്ത് വേണം, വേണ്ടതെല്ലാം അങ്ങോട്ട് ചോദിച്ചിട്ട് കുടിപ്പിക്കണം. ശാസ്ത്രലോകം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ തന്നെ ഗവേഷണത്തിലൂടെ, ഇപ്പം നമുക്കറിയാലോ റേഡിയോ ആക്റ്റീവായ വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഗവേഷണം ചെയ്തവർ ചിലപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ടാണ് മരിക്കുന്നത്. അവർ അതിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുകയാണ് അവരുടെ ജീവിതം, ഭക്ഷണം പോലും ഒന്നുമില്ലാതെ. അവർക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അവർക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക. അല്ലാതെ നമ്മളെ ഇന്നത്തെ നിൽക്കുന്ന തരത്തിലുള്ളതല്ല ബ്രാഹ്മണരെ വേദം. ബുദ്ധി കൊണ്ട് കർമ്മം ചെയ്യുന്നവർ, ബ്രഹ്മരഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, മോഡേൺ സയൻസിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആ ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മളെന്ത് വേണം, ഭക്ഷണം നൽകുക. അതിലൂടെ അത് പിന്നെന്ത് ചെയ്യണം, അഗ്നിക്ക് ഹാവിസ് അർപ്പിക്കുക. നമ്മൾ അഗ്നി ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അപ്പം ബുദ്ധിമാന്മാരെ പ്രേരിപ്പിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവർ കണ്ടെത്തുന്ന ഗവേഷണങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക,
അഗ്നി ഉപയോഗിച്ച് ഊർജത്തിൻ്റെ സഹായത്താൽ പുരോഗതിയിലേക്ക് ലോകത്തെ നയിക്കുക. ദേവയജ്ഞത്തിൽ മനസ്സർപ്പിക്കുക. ദേവന്മാരുടെ യജ്ഞത്തിൽ നിന്നാൽ ആദ്യമുണ്ടായ ആ വിശ്വകർമാവിൽ നിന്നും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു സുന്ദരമായ പ്രപഞ്ചം ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. ആ യജ്ഞത്തിലാണ് നമ്മൾ കർമ്മം അനുഷ്ഠിക്കേണ്ടത്, നമ്മുടെ താല്പര്യത്തിന് വേണ്ടിയല്ല. അഗ്നിയുടെ അനുഗ്രഹത്താൽ വാർദ്ധക്യകാലം വരെ ജീവിച്ച് ഗുണമില്ലാത്ത ദേഹം ധരിച്ച്, അപ്പോൾ എന്ത് വേണം? അഗ്നിയുടെ സഹായത്താലാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. ഊർജത്തിൻ്റെ സഹായത്താലേ കർമ്മം ചെയ്യാൻ പറ്റില്ല. എല്ലാ കർമ്മം ചെയ്യേണ്ടെങ്കിലും ഊർജം വേണം. അപ്പം നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ദേവൻ അഗ്നിയാണ്. അതാണ് ഊർജം. ആ ഊർജത്തിൻ്റെ സഹായത്താൽ കർമ്മം ചെയ്ത് വാർദ്ധക്യം വരെ കർമ്മം ചെയ്ത് പിന്നെന്ത് വേണം? കർമ്മം ചെയ്യാനായിട്ടാണ് ഈ ഒരു ശരീരം തന്നിരിക്കുന്നത്. കർമ്മങ്ങൾ തീരുമ്പം ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു മൺവട്ടി വാങ്ങുന്ന എന്തിനു വേണ്ടിയാണ്? കിളക്കാൻ വേണ്ടിയാണ്. കിളച്ച് അവസാനം അത് ഒന്നിനും കൊള്ളാതെ ഉപയോഗിക്കാനില്ലാതെ അവിടെ ദൂരത്തെ എവിടെയും കളയും. ആ മൺവട്ടിയുടെ ആവശ്യം എന്താണ്? നമ്മൾ ഊർജം, അതിൻ്റെ ശക്തി ഉപയോഗിച്ച്, നമ്മളെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മൺവട്ടീനെ കൊണ്ട് വെട്ടുകയാണ്. ആ മൺവട്ടി അതിന് കൊള്ളൂല എന്ന് കാണുമ്പോൾ നമ്മളെടുത്ത് കളയും. അതേപോലെ വയസ്സാം കാലത്ത് നമ്മളെ ശരീരം കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ഒന്നിനും കൊള്ളാതെ ഈ ശരീരത്തെ കളയുക. വയസ്സാം കാലത്ത് ഈ ശരീരം കൊണ്ടാണ് നമ്മളെല്ലാം അധ്വാനിച്ചത്. ഇനി ഈ ശരീരം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ കളഞ്ഞേക്കുക. എന്നിട്ട് സ്വർഗപ്രാപ്തി ലഭിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രമാകുന്നത്. മരിക്കുമ്പോൾ നമ്മൾ മുക്തമായി. ശരീരമെല്ലാം കളഞ്ഞു, നമ്മൾ പോയി. ശരീരം ഈ മൺവട്ടിമാരി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. മരിക്കുമ്പോൾ അയാൾ കളഞ്ഞ് നമ്മൾ മുക്തമായി, നമ്മൾ സ്വർഗത്തിലെത്തി. അത് തന്നെയാണ് സ്വർഗം. പിന്നെന്തില്ല? ഒരു ദുഃഖവും ഇല്ല, പാപിയുമല്ല, പാപമെല്ലാം തീർന്നു. അതാണ് സ്വർഗസ്ഥ അവസ്ഥ. അതുവരെ കർമ്മം ചെയ്യാനാണ്. നമ്മൾ ഫാക്ടറിയിലെല്ലാം പോയാൽ കാണുന്നില്ലേ? നരകമാണ് അവിടുത്തെ പാട്, എത്ര പാട് കെട്ടിത്താന്നെല്ലാം പറയും. ഇവിടെ ജീവിക്കണ്ടിക്കൈ ചെയ്തേ പറ്റൂ. അവസാനം പെൻഷനെല്ലാം പറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് സമാധാനം. പക്ഷെ പൈസ കിട്ടില്ല എന്ന് ആലോചിക്കുമ്പോഴാണ്, പിന്നെ അധികാരമില്ല എന്നുള്ള ചിന്തയെല്ലാം തലക്ക് വരുമ്പോഴാണ് പെൻഷൻ പറ്റുമ്പോൾ ഒരു വരിയായി പോകുന്നത്. അല്ല, അതേ അധികാരം കിട്ടും, ശമ്പളവും അതേമാതിരി കിട്ടും, പിന്നെ ജോലിയൊന്നും ചെയ്യണ്ട, നീ വെറുതെ വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഏറ്റവും അധികം സ്വർഗാറായിട്ടാണ് ചിന്തിക്കുക. അപ്പം ഇത് പൈസ വേണമല്ല, അതുകൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നെ അധികാരവും ഇല്ല. ഇതുകൊണ്ടാണ് പെൻഷൻ പറ്റുമ്പോൾ ഉള്ള പ്രയാസം. അല്ലാതെ പെൻഷൻ പറ്റി കഴിയുന്നതന്നെയാണ് ഏറ്റവും സുഖമായ ജീവിതം. ഒരു പ്രശ്നമില്ല, അല്ലലില്ല. യജ്ഞാതി ജലത്താൽ ഋതുക്കൾ കൈകൾ കഴുകട്ടെ. ഋതുക്കൾക്ക് കൈകൾ കഴുകട്ടെ എന്ന ഋതുക്കളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. ലോകത്തെ 6 ഋതുക്കളായിട്ട് മാറ്റും. ഓരോ ഋതുത്തിനനുസരിച്ചാണ് ഇവിടുത്തെ പ്ലാനുകൾ ചെയ്ത് കർമ്മങ്ങളെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻ്റെ ആഗ്രഹം മരുത്തുക്കളോട് കൂടെ ഇന്ദ്രൻ സാധിപ്പിച്ചു തരട്ടെ. നമ്മളെ എല്ലാ കർമ്മങ്ങളുടെ പിന്നിലും അതിനെ പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷം ഇന്ദ്രനാണ്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും പ്ലാൻ ചെയ്ത് കിട്ടുന്ന ഈ സൗരയൂഥ സിസ്റ്റത്തിലാണ്. സൗരയൂഥം മാത്രമല്ല, ഈ പ്രപഞ്ച രൂപത്തിലാണ്, ഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് 49 മരുത്തുക്കളാണ്. ആ മരുത്തുക്കളിലുള്ളതിലുള്ള ഒരു ചെറിയ അംശമാണ് നമ്മുടെ സൗരയൂഥ സിസ്റ്റം. ഇതെല്ലാം കൂടിയതാണ് രാശിചക്രം. അതാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം. അപ്പം മരുത്തുക്കളാണ് നമ്മളും. ഒരു മരുത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ 49 മരുത്തുക്കൾ കൂടിയതാണ് ഈ പ്രപഞ്ച ഘടന. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശരീരം ഉണ്ടാകുന്നത് തന്നെ ഒരു ജനിതക ഘടനയാണ്. ഒരു ജനിതക ഘടന ആദ്യമേ ഉണ്ടാകുന്നുണ്ട്. ആ ജനിതക ഘടനയിൽ നമ്മളെ പൂർവികരുടെയും നമ്മുടെ വരാൻ പോകുന്ന മക്കളുടെയും എല്ലാം ഘടനകളുണ്ട്, ക്വാളിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക കർമ്മം ചെയ്യണ്ടെങ്കിൽ
ആ കാലഘട്ടത്തിന് യോജിച്ച ചെയ്യേണ്ട കർമ്മത്തിന് യോജിച്ച ഗുണങ്ങൾ ജനിതക ഘടനയുള്ള പുരുഷനെയും സ്ത്രീയെയും യോജിപ്പിച്ചിട്ടാണ്, അതിൽ നിന്നാണ് നമ്മുടെ ജനിതക ഘടന ഉണ്ടാകുന്നത്. അപ്പം ഈ ജനിതക ഘടന ഇങ്ങനെ കൈമാറിക്കൊണ്ടു പോവുകയാണ്, നമ്മളിലൂടെയാണ് അത് കൈമാറിക്കൊണ്ടു പോകുന്നത്. ഇപ്പം യേശുദാസിൻ്റെ പാടാനുള്ള ഒരു കഴിവുണ്ട്, ആ ക്വാളിറ്റി യേശുദാസിൽ തന്നെയാണുള്ളത്, അതേപോലെയുള്ള വ്യക്തികളിലാണ്. അപ്പം നാളെ ഒരു പാടാൻ കഴിവുള്ള കുട്ടി വേണമെങ്കിൽ യേശുദാസിനെ പോലെ പാടാൻ കഴിവുള്ള ജനിതക ഘടനയുള്ള ഒരാളെയും അതിന് യോജിച്ച ഒരു സ്ത്രീയെയും യോജിപ്പിച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാക്കേണ്ടത്. യേശുദാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നെയുള്ളൂ. എത്രയോ ഗായകരും നമ്മളിലും ചിലപ്പോൾ ആ ഗായകന്മാരുടെ ജനിതക ഘടന ഉണ്ടായിരിക്കാം. പക്ഷേ കാലത്തിന് ആവശ്യമുള്ളത് അതിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടാണ്, യോജിപ്പിച്ചിട്ടാണ് ഒരു കുട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പാടേണ്ട സ്വഭാവം ഉണ്ടാകുന്ന വെച്ചാൽ വെറുതെ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പം നമ്മളെല്ലാം പ്രപഞ്ചത്തിൻ്റെ ചില ഗുണങ്ങളെ, വ്യക്തികളുടെ സ്വഭാവങ്ങളെ കൈകാര്യം ചെയ്യുന്ന ചെറിയ എന്താണ് പറയുക, പോസ്റ്റ്മാൻമാരുടെ സ്വഭാവമാണ് നമുക്കുള്ളത്. പോസ്റ്റ്മാൻ കുറേ മാറ്ററും കൊണ്ട് പോകുന്നത് പോലെ നമ്മളും കുറേ ജീനുകളിലെ സ്വഭാവങ്ങൾ എല്ലാം അടങ്ങുന്ന ജീനുകളെയും വഹിച്ചു കൊണ്ട് പോവുകയാണ്. കാലം നമ്മളിൽ നിന്നും കുറച്ചെല്ലാം എടുത്ത് വേറെ നിന്ന് കുറച്ചെടുത്ത് കൂട്ടിച്ചേർത്തിട്ട് വേറൊരു കുട്ടീനെ ആ കാലഘട്ടത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു. പിന്നെ അതിനു വേണ്ട വസ്തുക്കളെ ഭൂമിയിൽ നിന്നെടുത്തിട്ട് ഈ ശരീരം വെറുതെ ഉണ്ടാക്കിയാണ് കർമ്മം ചെയ്യാൻ ആവശ്യം കഴിയുമ്പോൾ ശരീരത്തെ എടുത്ത് കളയും. അതുകൊണ്ടാണ് നമ്മൾ മക്കളില്ലാതെ മരിച്ചാൽ പിതൃകോപമുണ്ടാകും എന്ന് പറഞ്ഞത്. പിതൃക്കളാണ്, അവരുടെ ഉള്ളിൽ കുറേ ജനിതക ക്വാളിറ്റീസ് ഉണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്, മകനെ ഇത് നീ അടുത്ത തലമുറക്ക് കൊടുക്കണം, അതിൻ്റെ അടുത്ത തലമുറക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് ആണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മളും ഇതിനെ പോസ്റ്റ്മാൻ്റെ മാതിരി ക്യാരി ചെയ്തുകൊണ്ട് അടുത്ത കുട്ടികൾക്ക് കൈമാറി ചെയ്തിട്ട് വേണം പോകാതെ വിട്ട് കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ ലെറ്ററൊന്നും കൊടുക്കാതെ മരിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? അപ്പം അവൻ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കാതെ മരിച്ചുപോയി, എല്ലാം കൂടിയിട്ട് ലെറ്ററും പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പാടില്ല. അതുപോലെ നമ്മളും കുറേ ജനിതക ക്വാളിറ്റീസിനെയും കൊണ്ട് പൂർവികർ നമുക്ക് തന്നിട്ടുണ്ട്. അവർ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അടുത്തവരെ ഏൽപ്പിക്കാതെ നീ പോകരുത് എന്ന്. അപ്പം അടുത്തവരെ ഏൽപ്പിക്കണ്ടെങ്കിൽ നമുക്കുള്ളൊരു മക്കളുണ്ടാകും. അത് ചെയ്തില്ലെങ്കിൽ പിതൃക്കൾ അവിടെ ഇരുന്നിട്ട് കോപിക്കും. പിതൃക്കളോട് എല്ലാ മുകളിലുള്ളവർ വിശ്വകർമാവ് ചോദിക്കും, എടേ നിൻ്റെ മകനിത് ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നീ എന്താ അവനെ പറഞ്ഞ് ശരിക്കും പഠിപ്പിക്കാൻ, അതാ വേറെ കുട്ടിക്ക് കൊടുത്തിട്ടല്ലേ പോകാൻ പറഞ്ഞു, നിന്നെ അവിടെ പറഞ്ഞില്ല, പിന്നെ അവർക്ക് മോട്ടം കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മളിൽ എത്രയോ അമൂല്യമായ ക്വാളിറ്റീസുള്ള ജനിതക ഘടനയുണ്ട്. അതിൽ പാടാനുള്ള കഴിവുണ്ടാവും, നൃത്തമുള്ളതുണ്ടാകും, ധീരന്മാരായിരിക്കാം, പലതും കാണും. ഇതിനെയെല്ലാം നമ്മളെ സ്വന്തം ഇഷ്ടം കൊണ്ട് കുട്ടികളില്ലാകാതെ നശിപ്പിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മൾ മാത്രമല്ല പറയേണ്ടത്, നമ്മളെ പൂർവികരെ പോലും അവരെന്ത് ചെയ്യും? പ്രാകുന്ന എന്തോ പറയുന്നില്ലേ, ചെയ്യും. എന്തുകൊണ്ട്? അവൻ അതെല്ലാം കൊണ്ട് നശിപ്പിച്ച് അവൻ കുട്ടികൾക്ക് കൈമാറാതെ അവനങ്ങ് പോയിരിക്കുകയാണ്. അതായത് പോസ്റ്റ്മാൻ ലെറ്റർ ആത്മഹത്യ ചെയ്യുമ്പോൾ എല്ലാ ലെറ്ററും അടക്കം ആത്മഹത്യ ചെയ്യുന്ന മാതിരി. അപ്പം ഇതെല്ലാം ഇതിൻ്റെ അർത്ഥങ്ങൾ. അങ്ങനെ പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്.